ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. ഈ വചനം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒന്നാമത് ഈശോ എന്താ പറയുന്നത്? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ പറ്റുമോ? പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമാണ്. നമ്മളോട് ദേഷ്യമുള്ളവരോട് സ്നേഹിക്കാനായിട്ടോ അവരോട് ക്ഷമിക്കാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഈശോ എന്താണ് പറയുന്നത്? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ. വെല്ലുവിളി നിറഞ്ഞ ഒരു വചനമായത്. പലപ്പോഴും ശത്രുക്കളെ കാണുമ്പോൾ മുഖം തിരിച്ച് കടന്നു പോകുന്ന വ്യക്തികളാണ് നമ്മൾ. അവർ നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും നമ്മളിങ്ങനെ ഓർക്കാറുണ്ട്, അല്ലെ? അവരെയൊക്കെ നമ്മളിങ്ങനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുകയെ. കാരണം ഇഷ്ടംപോലെ വേദനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രയാസങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ശത്രുക്കളായിട്ട് ഒത്തിരിയേറെ പേരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, അവരെ മാറ്റി നിർത്തുന്നുമുണ്ട്. എന്നാൽ ഈശോ എന്താ പറയുന്നത്? നീ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് തയ്യാറാവണം. ഈശോ ഇത് പറയുക മാത്രമല്ല കേട്ടോ, അവൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്കിത് കാണിച്ചു തന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് എന്താണ് ഈശോ പറഞ്ഞു തരിക? പ്രതിഫലം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണം, വായ്പ കൊടുക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെ? ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? തിരിച്ച് അവര് എനിക്കും നന്മ ചെയ്യണം. ഞാൻ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർ എന്നെ സ്നേഹിക്കണം. നമ്മുടെ ഈ ലോകത്തിന്റെ ഒരു പ്രശ്നം അതാണ്. ഈ ലോകത്തിൽ നിന്ന് തന്നെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത്, നീ അങ്ങനെയല്ല ജീവിക്കേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഒരു കാര്യവും അങ്ങനെ ചെയ്താല് എന്താ പ്രശ്നം എന്ന് പറയുന്നത്? ഈ ഭൂമിയിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും, പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് ഒരിക്കലും പ്രതിഫലം ലഭിക്കത്തില്ല, വിലയില്ലാതായി പോവുക. ദൈവസന്നിധിയില് വലിയ പ്രതിഫലം നിനക്ക് ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നീ ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യരുത്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കടം കൊടുക്കുമ്പോഴും, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രതിഫലമില്ലാതായി പോവുകയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ കഠിനമായ ഈ വചനങ്ങൾ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കാം. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട്, ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തികൾ സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട്, പ്രതിഫലം ദൈവം നൽകും എന്നുള്ള വിശ്വാസത്തില് എല്ലാം ചെയ്ത് കടന്നു പോകുവാനായിട്ട്, ഈശോയെ പോലെ എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.